സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, വളംതോട്, മലപ്പുറം. കുഞ്ഞാലിയുടെ മണ്ണിൽ തകർന്നടിഞ്ഞ് CPM. സംസ്ഥാന വ്യാപകമായി CPM കനത്ത തിരിച്ചടി നേരിട്ടപ്പോൾ കുഞ്ഞാലിയുടെ തട്ടകമായിരുന്ന നിലമ്പൂരിൽ CPM നേരിട്ടത് ചരിത്രത്തിലെ വലിയ പരാജയമാണ്. ആകെയുള്ള 2,36,576 വോട്ടുകളിൽ 1,89,595 വോട്ടുകളാണ് പോൾ ചെയ്തത്. ഇതിൽ 1,13,586 വോട്ടുകൾ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് നേടി. ഇത് പോൾ ചെയ്ത വോട്ടിന്റെ 59.9%. LDFന് നേടാനായത് 58,735 വോട്ടുകൾ മാത്രമാണ്. അതായത് പോൾ ചെയ്ത വോട്ടിന്റെ 30% മാത്രം. NDA സ്ഥാനാർത്ഥി 12,660 വോട്ടുകൾ നേടി പോൾ ചെയ്ത വോട്ടിന്റെ 6.6% നേട്ടം കൈവരിച്ചു. ഉപതെരഞ്ഞെടുപ്പിനേക്കാൾ 4,000 വോട്ട് വർദ്ധിപ്പിച്ചു. CPM പ്രാദേശിക നേതൃത്വങ്ങളെ അവഗണിച്ച് CPM ജില്ലാ സംസ്ഥാന നേതൃത്വങ്ങൾ താൽപര്യമെടുത്ത് മത്സരിപ്പിച്ച മുൻ ഫുട്ബോൾ ദേശീയ താരം U ഷറഫ് അലിയാണ് ചരിത്ര പരാജയം ഏറ്റുവാങ്ങിയത്. CPM ശക്തി കേന്ദ്രങ്ങളിൽ പോലും UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് നേടിയത് അമ്പരപ്പിക്കുന്ന മുന്നേറ്റമാണ്. പ്രൊഫസർ M തോമസ് മാത്യു ഉൾപ്പെടെയുള്ളവരുടെ ലിസ്റ്റാണ് ഏരിയ കമ്മിറ്റികൾ നൽകിയിരുന്നത്. ഇതെല്ലാം അവഗണിച്ച് ജില്ലാ സംസ്ഥാന നേതൃത്വങ്ങൾ താൽപര്യമെടുത്ത് ഇറക്കിയ സ്ഥാനാർത്ഥിക്കാണ് കുഞ്ഞാലിയുടെ മണ്ണിൽ നാണംകെട്ട തോൽവിയുണ്ടായത്. തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതോടെ പാർട്ടിക്കുള്ളിൽ വലിയ അമർഷമാണ് പുകയുന്നത്. പാർട്ടി ചിഹ്നത്തിൽ സാധാരണ പ്രവർത്തകൻ മത്സരിച്ചാൽ പോലും ഇത്രയും നാണംകെട്ട പരാജയം ഉണ്ടാവില്ലെന്നായിരുന്നു CPMന്റെ ഒരു നേതാവിന്റെ പ്രതികരണം. UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് നഗരസഭയിലും മണ്ഡലത്തിലെ ഓരോ പഞ്ചായത്തിലും നേടിയ ഭൂരിപക്ഷം ശ്രദ്ധിച്ചാൽ നിലമ്പൂരിലെ CPMന്റെ തകർച്ചയുടെ ആഴം ലഭിക്കും. നിലമ്പൂർ നഗരസഭയിൽ 9,794, വഴിക്കടവിൽ 9,765, എടക്കരയിൽ 5,694, ചുങ്കത്രയിൽ 7,473, പോത്തുകല്ലിൽ 4,764, കരുളായിൽ 3,544, മൂത്തേടത്ത് 6,014, അമരമ്പലത്ത് 6,645 എന്നിങ്ങനെയാണ് ആര്യാടൻ ഷൗക്കത്തിന് ലഭിച്ച ഭൂരിപക്ഷം. 1965 നിലവിൽ വന്ന നിലമ്പൂർ മണ്ഡലത്തിൽ നിന്നും 1965 1967 CPM സ്ഥാനാർത്ഥിയായി K കുഞ്ഞാലിയാണ് വിജയിച്ചത്. 1969 കുഞ്ഞാലി അമരമ്പലം പഞ്ചായത്തിലെ ചുള്ളിയോട് വെച്ച് വെടിയേറ്റ് കൊല്ലപ്പെട്ടതോടെയാണ് CPMന് നിലമ്പൂർ മണ്ഡലം നഷ്ടമായത്. കുഞ്ഞാലിക്ക് ശേഷം CPMന് പാർട്ടി ചിഹ്നത്തിൽ നിലമ്പൂരിൽ വിജയിക്കാനായില്ലെങ്കിലും ശക്തമായ രാഷ്ട്രീയ അടിത്തറയാണ് ഉണ്ടായിരുന്നത്. അതിനാണ് ഇപ്പോൾ വലിയ ഇടിവ് വന്നിട്ടുള്ളത്. AK ആന്റണിയുടെ നേതൃത്വത്തിൽ ഒരു വിഭാഗം കോൺഗ്രസുകാർ 1980 LDFന്റെ ഭാഗമായപ്പോൾ C ഹരിദാസ് ചർക്ക ചിഹ്നത്തിൽ അന്നത്തെ DCC പ്രസിഡന്റായിരുന്ന TK ഹംസയെ പരാജയപ്പെടുത്തി. എന്നാൽ ആര്യാടൻ മുഹമ്മദ് നായനാർ മന്ത്രിസഭയിൽ മന്ത്രിയായതോടെ C ഹരിദാസ് രാജിവെച്ച് ആര്യാടൻ മുഹമ്മദിന് മത്സരിക്കാൻ അവസരം ഒരുക്കി. ചർക്ക ചിഹ്നത്തിൽ മത്സരിച്ച ആര്യാടൻ മുഹമ്മദ് മുല്ലപ്പള്ളി രാമചന്ദ്രനെ പരാജയപ്പെടുത്തി വിജയിച്ചു. എന്നാൽ 1981 ഡിസംബറിൽ ആന്റണിക്കൊപ്പം ആര്യാടനും LDF വിട്ടു. ഇതോടെ കോൺഗ്രസിലെ TK ഹംസയെ സ്വതന്ത്രനാക്കി LDF രംഗത്തിറക്കി. LDF സ്ഥാനാർത്ഥിയായി എത്തിയ ആര്യാടൻ മുഹമ്മദിനെ പരാജയപ്പെടുത്തുകയും ചെയ്തു. പിന്നീട് 29 വർഷം കാത്തിരുന്ന ശേഷം 2016 PV അൻവറിലൂടെ LDF വിജയം നേടിയത്. 2021 വിജയം ആവർത്തിച്ചു. എന്നാൽ അൻവർ LDF വിട്ടതോടെ നിലമ്പൂരിൽ CPMന് കാലിടറി. പ്രാദേശിക തലത്തിൽ ഒരു നേതാവിനെ വളർത്തിക്കൊണ്ടുവരാതിരുന്ന CPM നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് M സ്വരാജിനെ ഇറക്കിയെങ്കിലും UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിന് മുന്നിൽ 11,077 വോട്ടുകൾക്ക് പരാജയപ്പെട്ടു. UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് 77,737 വോട്ട് നേടിയപ്പോൾ LDF സ്ഥാനാർത്ഥി 66,660 വോട്ടുകൾ നേടി. അന്ന് സ്വതന്ത്രനായി മത്സരിച്ച PV അൻവർ നേടിയ 19,000-ലേറെ വോട്ടുകളാണ് പരാജയ കാരണമെന്ന് LDF വിലയിരുത്തിയിരുന്നു. എന്നാൽ ഒരു വർഷത്തിനിടയിൽ വീണ്ടും എത്തിയ തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തിനു CPM മറുപടി പറയാൻ വിയർക്കും. PV അൻവർ UDF ചേരിയിലെത്തിയതോടെ UDF, LDF, NDA സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള മത്സരമായിരുന്നു നടന്നത്. UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിന് ഉപതെരഞ്ഞെടുപ്പിൽ ലഭിച്ച 77,737 വോട്ട് 1,13,586 ഉയർത്തി. അതായത് 45,849 വോട്ടിന്റെ വർധനവ്. ഇതിലൂടെ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥി നേടുന്ന ഏറ്റവും വലിയ ഭൂരിപക്ഷം എന്ന റെക്കോർഡും ആര്യാടൻ ഷൗക്കത്തിന് സ്വന്തമായി. UDF വോട്ടുകളിൽ വലിയ ഭൂരിപക്ഷം ഉണ്ടാക്കിയപ്പോൾ ഉപതെരഞ്ഞെടുപ്പിൽ ലഭിച്ച 66,660 വോട്ടുകൾ പോലും നിലനിർത്താനായില്ലെന്നത് മാത്രമല്ല 7,925 വോട്ടുകൾ കുറഞ്ഞ് 58,735 വോട്ടായി കുറയുകയും ചെയ്തു. ഇത് CPMന് കനത്ത തിരിച്ചടിയാണ്.
കെ കുഞ്ഞാലിക്കും ദേവദാസ് പൊറ്റക്കാടിനും ശേഷം നിലമ്പൂർ മണ്ഡലത്തിൽ നിന്നും തലയെടുപ്പുള്ള ഒരു നേതാവ് ഉണ്ടായില്ലെന്നതും ശ്രദ്ധേയമാണ്. നിലമ്പൂരുകാരനായ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജിന്റെ പ്രവർത്തന മണ്ഡലം നിലമ്പൂർ കേന്ദ്രീകരിച്ചായിരുന്നുമില്ല. A+ വിഷൻ, നിലമ്പൂർ. അതിരില്ലാത്ത ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേവ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം.